ഹലോ, എല്ലാവർക്കും പേർഷ്യൻ മലയാളിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയായി, ഇപ്പോൾ രാത്രി 10:10 നാളെ രാവിലെ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പോകുന്നൊരു പ്രത്യേക സാധനമാണ്. അതായത് നമ്മൾ പഴങ്കഞ്ഞി അഥവാ പഴിഞ്ഞി എന്ന് പറയും. എന്ന് വെച്ചാൽ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊരുന്നു. തലേ ദിവസത്തെ ചോറും പിന്നെ നമ്മളെ കറികളും എല്ലാം കൂടെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ചോറിൽ വെള്ളം ഒഴിച്ച് പഴയ തലേ ദിവസത്തെ കറികളൊക്കെ കൂട്ടി കഴിക്കുന്ന ഒരു ഐറ്റത്തിനെയാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. നമ്മൾ ഒരുവിധമുള്ള മലയാളികൾക്കെല്ലാം അറിയും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അത് നമ്മുടെ ഈ ചോറിൽ ഞാൻ ഒഴിച്ചു വയ്ക്കാൻ പോവാം. അപ്പോൾ ഇന്ന് ഓവർനൈറ്റ് ഈ ചോറിൽ ഈ വെള്ളം ഇങ്ങനെ കിടന്ന് രാവിലെ ആകുമ്പോൾ നല്ല തണുത്ത് നല്ല സെറ്റായിരിക്കും. നല്ല തണുത്ത പഴങ്കഞ്ഞിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറികളും എല്ലാം കൂട്ടി നാളെ രാവിലെ ഇത് കഴിക്കും. സോ ഇപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിവിടെ ഇങ്ങനെ വച്ചേക്കുക. നമ്മൾ നാളെ രാവിലെ ആകുമ്പോൾ അത് സെറ്റാവും. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്ന് രാവിലെ പഴങ്കഞ്ഞി കുടിക്കാൻ പോകും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചോറിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാവരും കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഉണക്കക്കുറിച്ചി. ഇത് അമ്മ തന്നെ എങ്ങനെ ഉണ്ടാക്കിയത്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ചോദിച്ചിട്ട് പറയാം. കടയിൽ നിന്ന് വാങ്ങിയ ഉണക്കക്കുറിച്ചല്ല. അപ്പോൾ ഇത് പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചൊന്ന് വറക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഇത് ശകലം മുളക് പൊടി മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ പാനിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഉപ്പിന് ഇടണ്ടല്ലോ, ഇതിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പഴങ്കഞ്ഞിയുടെ കൂടെ ഇച്ചിരി മീനിൻ്റെ മണം എന്തെങ്കിലും വേണമല്ലോ. മീനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് കൊണ്ടൊന്ന് ഉണക്കക്കുറിച്ചി എടുത്തൊന്ന് ഇച്ചിരി വറക്കാൻ വിചാരിച്ചു. ഇത്രേ ഉള്ളൂ. ഇതിന് ഉണക്കമീനെന്നും പറയും. നമ്മുടെ തിരുവനന്തപുരം സൈഡിലൊക്കെ കരിവാടെന്ന് പറയും. ഉണക്ക കരിവാട്. തമിഴ്നാട്ടിലും അങ്ങനെയാ പറയുന്നല്ലേ, ഉപ്പ് കരിവാട്. ഇവിടെയൊക്കെ വെച്ച മീൻ വറക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഇത്രയും മതി, ഇത്ര എണ്ണയുടെ ആവശ്യമുള്ളൂ. വറക്കാനിടുവാണ്. ഇതിനെ പല പേരുകളിൽ പറയും. ഉണക്കക്കുറിച്ചി, കാരൽ, മുള്ളൻ, അങ്ങനെ വ്യത്യസ്തമായ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ഓരോ സ്ഥലത്തും. ഇത് ഇന്നലത്തെ നമ്മുടെ മത്തങ്ങ തോരനും പിന്നെ ഇന്നലെ ഞാൻ അരച്ച് വെച്ചിരുന്ന തേങ്ങ ചമ്മന്തിയും പിന്നെ ഇച്ചിരി തൈര് വാങ്ങി. സാധാരണ ഞാൻ ഒഴിക്കാറാണ്, പക്ഷേ ഇത്തവണ ഒഴിച്ചില്ല. അതുകൊണ്ടൊരു ചെറിയ തൈര് വാങ്ങി. പിന്നെ ഇച്ചിരി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളകച്ചാറ്. ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ മുളകച്ചാറാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിലൊരു പീസ് എടുത്തു. നല്ല എരിവുള്ള മുളകച്ചാറ്, പച്ചമുളകിൻ്റെ ആയതുകൊണ്ട് അതുകൊണ്ട് അതൊരു പീസ് എടുത്ത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇനി എന്തെങ്കിലും മുളകച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാം നിങ്ങളെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നാട്ടിൽ നിന്ന് അമ്മ എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. തീരാറായി, പക്ഷേ അതിൻ്റെ കുറച്ച് കണ്ണിമാങ്ങ അച്ചാർ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പഴങ്കഞ്ഞിയിൽ ഇന്നലത്തെ നമ്മുടെ മത്തങ്ങ കുറച്ച് തോരൻ ഇടുവാണ്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഇന്നലത്തെ വെണ്ടയ്ക്ക കുറച്ചിട്ടു. പിന്നെ ഇതങ്ങ് ഇട്ടേക്കുക ഇതിനകത്തോട്ട്, അപ്പോൾ ആ ഒരു ഫ്ലേവർ വരും. പിന്നെ അതുപോലെ തന്നെ ഇത് മുളകച്ചാർ, ഇവിടെ ഉണ്ടാക്കിയ മുളകച്ചാർ. പിന്നെ ഇതാ കുറച്ച് ചമ്മന്തി എല്ലാം കൂടെ അതിലിട്ടു. പിന്നെ ഞാനിത് ശകലം തൈര്. ഇത് പഴങ്കഞ്ഞിയിൽ തൈര് എനിക്ക് മസ്റ്റാണ്. ഇത്രയും ഇട്ടു. പഴങ്കഞ്ഞി സെറ്റ്. ഇത് നമുക്ക് വേണ്ട പഴങ്കഞ്ഞിയുടെ കൈ നമുക്ക് ഉണക്കക്കുറിച്ചി അഥവാ കരിവാടും ഉണ്ട്. ഇത് നമ്മളിതെല്ലാം കൂട്ടി കുഴച്ചങ്ങ് അടിക്കും. അപ്പം വയറിനൊരു സുഖം. ഇത് ഹൈ പ്രോബയോട്ടിക് ഉള്ളൊരു സാധനമാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. പണ്ടൊക്കെ ആൾക്കാർ ഇതൊക്കെ കുടിച്ചുകൊണ്ട് ഈ ജോലിക്കൊക്കെ 10 മണിക്കൊക്കെ പോകുന്നത്. കുറച്ചും കൂടെ ഉപ്പ് വേണമെങ്കിൽ. പഴങ്കഞ്ഞി സൂപ്പർ. പണ്ടൊക്കെ വല്ലപ്പോഴൊക്കെ ഇത് പഴങ്കഞ്ഞി ഇങ്ങനെ രാവിലെ കുടിക്കുമായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ കുടിക്കുന്നത്.
ഇത് നല്ല നമ്മൾക്ക് വയറിന് നല്ലൊരു കൂളിങ്ങും എന്താ പറയുക പ്രോബയോട്ടിക് ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. സോ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ വയറിനൊക്കെ. സോ പറ്റുമെങ്കിൽ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഒരു സിനിമയിൽ ലാലേട്ടൻ പറയുന്ന പോലെ പഴങ്കഞ്ഞി ഇങ്ങനെ ഇതെല്ലാം കൂടെ കുഴച്ച് മുളകും പിന്നെ പഴയ തലേദിവസത്തെ കറികളെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് ചമ്മന്തി എല്ലാം കൂടെ കുഴച്ച് തൈരൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിതിൻ്റെ തണുത്ത വെള്ളം ഇങ്ങനെ വയറ്റിൽ കുടിക്കുമ്പോഴേ എന്താ സുഖമെന്നാണ് വയറിന്. നമുക്ക് വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വയറിന് നല്ല സുഖം, നല്ല തണുപ്പ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി ഇതാ ഫിനിഷ് ആയിരിക്കുകയാണ്. എവറിത്തിങ് ഡൺ, എല്ലാം കഴിഞ്ഞു. സോ അടിപൊളി, വയറ് നിറഞ്ഞു, ഏമ്പക്കവും ഇട്ടു. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു പഴങ്കഞ്ഞി ട്രൈ ചെയ്യാം എല്ലാവർക്കും. വയറിനൊക്കെ വളരെ നല്ലതാണ്, വളരെ നല്ല വയറിനൊക്കെ ഒരു സുഖമുണ്ട്, നല്ല തണുപ്പൊക്കെ കിട്ടും, വളരെ ഹെൽത്തിയാണ്. എനിക്കിത് പഴങ്കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു രാവിലെ എണീറ്റ് ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ഉറങ്ങി, കുറച്ച് ടയേർഡായി. ഇപ്പം എനിക്ക് കുറച്ച് എനർജി കിട്ടിയതുപോലെ. പഴങ്കഞ്ഞി ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഇതൊരു പഴങ്കഞ്ഞി വ്ളോഗാണ്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് പേർഷ്യൻ മലയാളി. ബൈ ബൈ.